എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താടാ ഞാൻ കലിപ്പിലാണ്. എക്സ്പ്രഷൻ കിട്ടണമില്ല, എക്സ്പ്രഷൻ വരുന്നുമില്ല. അത് വരുന്നില്ല. അഭിനയം ശരിയായില്ല. ഡയലോഗ് പറയേണ്ടത് ഓർക്കുന്നില്ല, പറയണോ വേണ്ടേ, കൺഫ്യൂഷൻ. ആകെ കയ്യിൽ നിന്ന് പോയ അവസ്ഥ. എന്താണെങ്കിലും സത്യത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഈ റിയാക്ഷൻ 3 സിനിമയുടെ റിയാക്ഷനാണ്. പക്ഷേ 3 സിനിമയുടെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന് കങ്കുവ, ഒന്ന് വേട്ടയ്യൻ, കേട്ടോ, 3 ബാറോസ്. നമ്മുടെ ലാലേട്ടൻ സുഖമില്ലാണ്ടിരിക്കുകയാണ്, പനി, പിന്നെ ശ്വാസതടസ്സം, പിന്നെ ബോഡി പെയിൻ അല്ലേ. ഇതിന്റെ കാരണം കൊണ്ട് ഒരു 5 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് വെൽ സൂൺ ലാലേട്ടാ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ശക്തനായി തിരിച്ചു വരിക. നമ്മളങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും, പുതിയ സിനിമകളെ വീണ്ടും കാത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വരിക, അസുഖങ്ങളൊക്കെ മാറിയിട്ട്. എന്താണെങ്കിലും അപ്ഡേറ്റിലേക്ക് പോവാം. വേട്ടയ്യൻ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ, അതായത് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുവിട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി, തൃപ്തിയായി. മനഃപൂർവ്വം ചെയ്തതുപോലെ അറിഞ്ഞു വെച്ചിട്ട് ഒരു മാതിരി തെണ്ടിത്തരം കാണിച്ചു എന്ന് പറയാം. ഒക്ടോബർ 10 കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പോസ്റ്ററിനെ കുറിച്ച് പറയണോ ആദ്യം തെണ്ടിത്തരത്തിനെ കുറിച്ച് പറയണോ? തെണ്ടിത്തരത്തെ കുറിച്ച് തന്നെ പറയാം ആദ്യം. അത് തുടങ്ങല്ലേ? പിന്നല്ലാണ്ട് ഇവർക്ക് ഇത് സ്ഥിരം പരിപാടിയാണ്. സത്യം. അതായത് വളരെ മോശം റിലീസ് ഡേറ്റ് ആയിരിക്കും ഇവർ തിരഞ്ഞെടുക്കുക. ഈ ലൈക്ക പ്രൊഡക്ഷന്റെ ടീം അങ്ങനെയാണ്. അത് ഇവർ കൊണ്ടുപോയിട്ട് ക്ലാഷും ഒരു കാര്യമില്ലാണ്ട് ഇപ്പൊ ഈ സംഭവത്തിൽ 2 ദിവസം 3 ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ പോലും എന്തൊരു ഇതുണ്ട്. ഇവരിത് മാറ്റിയിട്ട് 31 പറഞ്ഞിട്ടല്ലേ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അതെ, എന്നിട്ട് വീണ്ടും 10ലേക്ക് തന്നെ കൊണ്ടുവന്നു. ഇനിയിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കങ്കുവയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഇത് അതിന്റെ കൂടെ രജനീകാന്ത് സിനിമ വന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് രജനീകാന്ത് സിനിമയ്ക്കായിരിക്കും ആള് കൂടുതലും ഉണ്ടാവുക. എന്തൊക്കെയാണ് പകുതിയായി മാറൂലേ? അതെ. ഇതിന് വേറെ രസം എന്താണെന്നറിയോ? ഇതിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ആരറിയോ? ഗോകുലം മൂവീസ്. രണ്ടിന്റെ എന്ത് ചെയ്യും? കങ്കുവയും വേട്ടയ്യനും. ഇവർ എങ്ങനെ ഇതിന് സ്ക്രീൻ ഒരുക്കും? അതും ഒന്ന് 3D സിനിമ. 3D സിനിമ കാണണമെങ്കിൽ അതിൻ്റെതായ എഫക്റ്റ് വേണം. അങ്ങനത്തെ തിയേറ്ററിൽ വേണം കാണണമെങ്കിൽ. വേട്ടയ്യൻ വരുമ്പോൾ അത് അത്രയും തിയേറ്ററിൽ എങ്ങനെ ഇവർ ഇടുക എന്നുള്ളതാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. രജനീകാന്തിന്റെ മൂവി ഇടാണ്ടിരിക്കാൻ ഒരു പ്രധാന റോൾ ചെയ്യുന്നു. അതെ. അമിതാഭ് ബച്ചൻ ഒരു പ്രധാന റോൾ ചെയ്യുന്നു. മഞ്ജു വാര്യർ ഒരു പ്രധാന റോൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു സിനിമ മലയാളത്തിൽ അതിന് അത്യാവശ്യം പരിഗണന കിട്ടും. പിന്നെ സിനിമ സംവിധാനം ചെയ്യുന്ന ആരാ? TJ ജ്ഞാനവേലും. അതായത് ജയ് ഭീം സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമ, അതും രജനീകാന്തിനെ വെച്ച് ചെയ്യുന്നത്. എന്താണ് എന്ത് പരിപാടി അവർ കാണിച്ചെന്നുള്ളതാണ്. ഒന്നാമത് ഇത് ഓക്കെ, അതിന്റെ പുറത്ത് നമുക്കും പേഴ്സണലി നമുക്കും ഇതാണ് ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഇങ്ങനെ വരുമ്പോ കേട്ടോ. സത്യമായിട്ടും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതാണ് വിഷയം വരുന്നത്. അപ്പം കങ്കുവ നമ്മളത് അന്നത്തേക്ക് നമ്മള് റെഡി ആയിട്ടിരിക്കുകയാണ് അത് കാണുന്നത്. അപ്പോഴാണ് ഈ സാധനം കൂടി വരുന്നത്. അത് മാത്രല്ല, തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് നോക്കാം. അല്ലെങ്കിലേ ഒരു നല്ലൊരു സിനിമ ഇപ്പോ എന്തായാലും പുറത്തു വരുന്നില്ല. നല്ല സിനിമ വന്നത് ഇന്ത്യൻ 2 ആണ്. അതാണ് അവസ്ഥ. അപ്പോൾ ഒരു 100 കോടി അടിക്കാൻ ഈ വർഷത്തിൽ എന്തായാലും കിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒന്ന് അരമനെ 4 ആണ് അടിച്ചത്. അത് അതിന്റെ അവസ്ഥ അറിയാലോ. പിന്നെ മഹാരാജ അതാണ് നല്ലൊരു സിനിമ ആയിട്ട് വന്നത്. പിന്നെ ഏതാ രായൻ, അതിന്റെ അവസ്ഥയും ഏതാണ്ട് നമുക്ക് അറിയാവുന്നതാണ്. 150 കോടി കളക്ട് ചെയ്തു. 175 അത് കഴിഞ്ഞതിന് ശേഷം ഒരു തള്ളും തള്ളി. 150 എത്തിയത് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ട്. 175ലേക്ക് തള്ളി. അത് അങ്ങനെ വരുള്ളൂ. തള്ളിന്റെ കാര്യത്തിലും അത് വരും. അപ്പൊ ഇത് ശരിക്കും റിലീസ് ഡേറ്റ് ഭയങ്കര ഒരു ക്ലാഷ് ആയി പോയിട്ടോ. അതെ. അപ്പൊ തമിഴ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു കാര്യം നടക്കുന്നിടത്ത് ഇത് ഇങ്ങനെ നല്ല വലിയ 2 സിനിമകൾ ഒരുമിച്ച് കൊണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാലേ അത് നന്നായിട്ട് ബാധിക്കും. ശരിക്കും ഒരു 31 തന്നെ ആയിരുന്നെങ്കിൽ 2 സിനിമയും വേറെ റേഞ്ചിലേക്ക് എത്തിയാണ്. പിന്നെ അതിൻ്റെതായ സമയം കിട്ടി. എന്നാ സെപ്റ്റംബർ 5 വെച്ചൂടായിരുന്നോ? ഇതിപ്പോ രണ്ടും നല്ലത് വന്നു. സെപ്റ്റംബർ 5 വെച്ചൂടായിരുന്നു. എന്താ പറ്റി വെക്കാത്തത്? അതാണെങ്കിൽ അതൊന്ന് കാണാമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. അതിന്റെ ഒരു വൈബ്. ഇത് ഒരുമാതിരി തെണ്ടിത്തറ. ഇത് ചാഞ്ഞ് കിടക്കുന്ന തെങ്ങായതുകൊണ്ട് പാഞ്ഞു കയറാന്ന് പറഞ്ഞ പോലെ. മറ്റവരാണെങ്കിൽ ഒന്നും പറയത്തുമില്ല. ആ ഡേറ്റിൽ തന്നെ കൊണ്ട് വെച്ചു കൊടുത്തേക്ക. ഇപ്പുറത്ത് വെച്ചായിരുന്നെങ്കിലേ എന്തൊക്കെയാണെങ്കിലും പോസ്റ്റർ ഇതാണ്. ഗ്ലാസ് ഒക്കെ വെച്ച് പോലീസ് വേഷത്തിലാണ്. പോലീസ് വേഷത്തിൽ നമ്മൾ അന്ന് ഇതിൽ കണ്ടോ? ഇല്ലല്ലോ.
ഇതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ വന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ല. ജയിലറിലാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്, പോലീസ് സ്റ്റേഷത്തിൽ കണ്ടത്. എന്തായാലും കൊള്ളാം. പ്രാവൊക്കെ പറക്കുന്നുണ്ടല്ലോ. ഒരു പ്രാവ് പറക്കുന്നതാണ്. അയ്യോ, പക്ഷെ മാടപ്രാവിന് മനസ്സല്ല കേട്ടോ അവർക്ക്. അത് വിചാരിച്ചിരിക്കണ്ട. ഇത്രേ ഉള്ളൂ. വേട്ടയൻ എന്ന ടൈറ്റിലില്ലേ, അത് കണ്ടോ, അതിൽ വെടി പോകുന്നുണ്ടോ, ഉണ്ട കയറി. അത് തന്നെ സംഭവിച്ചു. കങ്കുവൊക്കെ ഇട്ടൊരു വെടി, നമുക്കൊക്കെ ഇട്ടൊരു വെടി. എന്താണെങ്കിലും ഇനിയിപ്പോ പറഞ്ഞിട്ടല്ല, റിലീസ് ആവട്ടെ, കാണാം, ക്ലാഷ് വരട്ടെ, നല്ല കിട്ടിലെന്നായിട്ട് തീപ്പൊരി പറക്കട്ടെ രണ്ട് സിനിമയും. എന്തായാലും എന്തൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമാണോ, ജസ്റ്റിസ് പറഞ്ഞിട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള നല്ലൊരു സബ്ജക്റ്റ് തന്നെ ആയിരിക്കും ആള് തിരഞ്ഞെടുക്കുക. അത് നമുക്കറിയാം, JBM കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഏത് റേഞ്ചിലുള്ള സാധനമായിരിക്കും ആള് കൊണ്ടുവരിക എന്നുള്ളത്. അടുത്തത് എന്തായാലും കങ്കുവ സിനിമയുടെ ട്രെയിലർ, രണ്ടാമത്തെ ട്രെയിലർ വരാൻ പോകുന്നുണ്ട്. സെപ്റ്റംബർ 15 ഇതിൻ്റെ ട്രെയിലർ വരും എന്നുള്ളതാണ് കേട്ടത്. അതും അതില് മറ്റേ പുതിയ ലുക്ക്, അതായത് ന്യൂ ലുക്കുള്ള ട്രെയിലർ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ന്യൂ ലുക്ക് ഉദ്ദേശിച്ചത് അതായത് പ്രസന്റ് കാലഘട്ടം. യെസ്, മറ്റേ കങ്കുവല്ല, അല്ലാതെ. അപ്പോൾ എന്തായാലും ഒരു ട്രെയിലർ വന്നിട്ടേ നമ്മൾ കിളി മാറിയിരിക്കുകയാണ്. അപ്പം അടുത്തതും കൂടി കാത്തിരിക്കുകയാണ്. അതിലൂടെ അങ്ങ് കിളി പറഞ്ഞിട്ട് മൊത്തം പോണം. ഇവര് ഡേറ്റ് മാറ്റണം. അത് മാറ്റില്ലല്ലേ, എന്തായാലും കണ്ടറിയാം. അതെ. അടുത്തത് ബാരോസ് സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 3 സിനിമ റിലീസ് എത്തുന്നത്. യെസ്, ഒക്ടോബർ 3. അത് വലിയ കുഴപ്പമില്ല, 3D സിനിമയാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്നാലും പണിയായിരുന്നു. കേരളത്തിലാണ് ഇതിനൊക്കെ പണി കിട്ടുന്നത്. അതെ, ആകെ ഉള്ളത് 1000-600 തിയേറ്റർ. അതിനകത്ത് 2 സിനിമ ഒക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ തിയേറ്റർ കിട്ടും എന്നുള്ളതായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണം. അതായത് ഇത് 3D മാത്രമല്ല, ലാലേട്ടന്റെ മൂവി, ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ, ഒരുപാട് പ്രത്യേകതകളാണ്. കേരളത്തിന് അതിന് അതിൻ്റെതായ പ്രാധാന്യമല്ലേ. തീർച്ചയായിട്ടും. എന്നിട്ട് ഏതാണ്ട് ഇതിന് ഒരു നല്ല പോസിറ്റീവ് റിപ്പോർട്ടും കൂടി ആണെങ്കിൽ ഒക്ടോബർ 10 കിട്ടാൻ പോകുന്ന സ്ക്രീൻ കൗണ്ട് കുറച്ച് കുറവായിരിക്കും. ഏതിന്, കങ്കുവയ്ക്കും വേട്ടയ്യനും. എന്നിട്ട് അത് പകുതിയായിട്ട് പങ്കിടണവര്. ഒന്ന് ചിന്തിച്ചു പോകണം. എന്താണെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടിൽ ആരെയും വീഴ്ത്താതെ 3-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു നീക്കം. എന്തായാലും പോസ്റ്റർ കൊള്ളാം. ചിരിക്കണല്ലോ, ഇത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്, വയ്യാതിരിക്കുന്ന ഓർക്കുമ്പോൾ. എന്തായാലും പെട്ടെന്ന് എല്ലാ അസുഖവും മാറിയിട്ട് വരട്ടെ, ശക്തനായി തിരിച്ചു. ബാരോസ് ഈസ് കമ്മിങ് ടു റിവീൽ ഹിസ് സീക്രറ്റ്സ് ഓൺ 3 ഒക്ടോബർ 2024. മാർക്ക് യുവർ കലണ്ടേഴ്സ് ഫോർ എ മാജിക്കൽ അഡ്വഞ്ചർ. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് തന്നാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും മാർക്ക് ചെയ്യണം. ഒക്ടോബർ 3 മാർക്ക് ചെയ്തിട്ടോ? അല്ല, മാർക്ക് ചെയ്യണ്ട, വേണ്ട, മാർക്ക് ചെയ്ത് കഴിഞ്ഞൂടെ? ഇവിടെ സ്ട്രൈക്ക് ചെയ്തു. എന്താണെങ്കിലും ഇതാണ് 3 സിനിമകളുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. കലിപ്പ് മാറിയില്ലല്ലേ? അഭിനയിക്കാണ്, ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെയാണല്ലേ കലിപ്പ് ചെയ്യേണ്ടത്? അതാ പറഞ്ഞത്, ഇങ്ങനെയാണ് കലിപ്പ്. അതല്ലല്ലോ, അങ്ങനെയാണ്. ഉള്ളിൽ ഭയങ്കര ക്രൂരനാണ്, തെണ്ടിയാണ്. പക്ഷെ ജെന്റിൽമാനാണ്, പാവാണ് തെറ്റിദ്ധരിക്കും. അതാണ്, കാണുന്നവരങ്ങനെ തെറ്റിദ്ധരിച്ചു പോകും. അതും ഇല്ലല്ലേ, അതും തോന്നുന്നില്ലടാ. അതായത് ഞങ്ങൾ പോട്ടെട്ടാ, ബൈ.